ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ബിനു ചുള്ളിയിൽ, വർക്കിംഗ് പ്രസിഡന്റ് അബിൻ വർക്കിയും KM അഭിജിത്തും ദേശീയ സെക്രട്ടറിമാർ. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അൻഫ്ലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൻഫ്ലിറ്റ്, നേരത്തെ അബിൻ വർക്കി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് എത്തുമെന്ന വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. തൽക്കാലം ദേശീയ സെക്രട്ടറിമാരാക്കി അഭിജിത്തിനെയും അബിൻ വർക്കിയെയും മാറ്റിയതാണോ ഒരുപക്ഷേ ജെ ജനീഷിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്താൻ കാരണമായത്? രാജേഷ്, ഈ സാമുദായിക സമവാക്യങ്ങൾ ഒത്തിണങ്ങിയതോടുകൂടിയാണ് ഈ ജെ ജനീഷിന് നറുക്ക് വീണത് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാൻ കഴിയും. കാരണം വലിയ രീതിയിലുള്ള തർക്കത്തിലും, അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് ഇത്രയേറെ നാളുകൾ പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടുപിടിക്കാനാകാതെ വലിയ തർക്കത്തിലായിരുന്നു സംസ്ഥാനത്ത് കോൺഗ്രസ് നേതൃത്വം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന് പറയുന്നത് ഒരു പോഷക സംഘടനയാണെങ്കിൽ കൂടിയും യുവജന സംഘടന എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല തന്നെയാണ്. അതുകൊണ്ട് തന്നെയും ആ പദവിക്ക് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് തർക്കങ്ങളും പോർവിളികളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊടുവിൽ സ്വാഭാവികമായും അബിൻ വർക്കിയുടെ പേര് തന്നെയായിരുന്നു ആദ്യമേ പറഞ്ഞു കേട്ടത്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ സംസ്ഥാന അധ്യക്ഷനായത്. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും അധികം വോട്ട് രണ്ടാമത് ലഭിച്ചത് അബിൻ വർക്കിക്കായിരുന്നു. സ്വാഭാവികമായും നിയമപ്രകാരം, അതിന്റെ നിയമാവധി പ്രകാരം പ്രസിഡന്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അങ്ങനെ വീണ്ടും ഒരു ടേം വരികയാണെങ്കിലോ അല്ലെങ്കിൽ അടുത്ത തവണ ഒരു പ്രസിഡന്റ് എന്ന രീതിയിൽ വരുമ്പോൾ രണ്ടാമത് വോട്ട് ലഭിച്ചയാൾ എന്ന രീതിയിൽ അബിൻ വർക്കിക്കാണ് സാധ്യത. പക്ഷേ അബിൻ വർക്കിക്ക് വേണ്ടി രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ, രാഹുൽ മാങ്കൂട്ടത്തെ നമുക്കറിയാം VD സതീശന്റെ നോമിനിയായിരുന്നു. VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തെ അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തത്. അബിൻ വർക്കിക്ക് വേണ്ടി അവിടെ വാദിച്ചത് രമേശ് ചെന്നിത്തലയുടെ വിഭാഗമായിരുന്നു. പക്ഷേ ഇത്തവണ അബിൻ വർക്കി തഴയപ്പെട്ടത്, അബിൻ വർക്കിയുടെ ഒപ്പം തന്നെ KM അഭിജിത്തിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. ഏറെക്കാലം KSUവിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന KM അഭിജിത്തിന്റെ പേരും അബിൻ വർക്കിയുടെ പേരുമായിരുന്നു ഏറ്റവും അധികം ഉയർന്നു കേട്ടത്. പക്ഷേ അബിൻ വർക്കിയുടെ പേര് തഴയാനുണ്ടായ പ്രധാന കാരണം എന്ന് പറയുന്നത് ക്രൈസ്തവ സമുദായത്തിൽ നിന്ന്, ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ഏറെക്കുറെ പ്രധാന വകുപ്പുകളൊക്കെ പദവികളൊക്കെ തന്നെയും ന്യൂനപക്ഷങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷ പദവി ഉൾപ്പെടെയൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക്, പോഷക സംഘടനകളുടെയൊക്കെ മഹിളാ കോൺഗ്രസ് ആയാൽ പോലും അടക്കം ഈ ന്യൂനപക്ഷങ്ങൾ പദവി വഹിക്കുന്നതിനാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പദവി ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നൽകേണ്ടതില്ല എന്ന ഒരു തർക്കം വലിയ തോതിൽ ഏറ്റവും ഒടുവിൽ ഉടലെടുത്തിരുന്നു. അതേ തുടർന്നാണ് അബിൻ വർക്കി അല്ലെങ്കിൽ KM അഭിജിത്ത് അല്ലെങ്കിൽ പകരം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ വലിയ തോതിലെ തർക്കം അവിടെ ഉടലെടുത്തിരുന്നു. ഏറ്റവും ഒടുവിൽ തർക്കത്തിനൊടുവിലാണ് ജെ ജനീഷിന് നറുക്ക് വീണിരിക്കുന്നത്. ജനീഷ് യൂത്ത് കോൺഗ്രസിന്റെ നിലവിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റാണ്. ഒപ്പം തന്നെയും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ, നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിലൊക്കെ ചുമതല വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഒപ്പം തന്നെയും KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് എന്ന നിലയിലൊക്കെയായിരുന്നു ജനീഷ് സംഘടനാ തലത്തിൽ പ്രവർത്തിച്ച് വന്നിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജനീഷിന് ഇപ്പോൾ ചുമതല നറുക്ക് വീണിരിക്കുന്നത്. അതോടൊപ്പം തന്നെയും ഈ KM അഭിജിത്തിനെയും അബിൻ വർക്കിയെയും ദേശീയ സെക്രട്ടറിമാരെന്ന രീതിയിലേക്ക് ദേശീയ സെക്രട്ടറിമാരെന്ന ചുമതല നൽകിയ ദേശീയ നേതൃത്വമാണ് ഈ സുപ്രധാനമായ പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തർക്കം സംസ്ഥാന തലത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഗ്രൂപ്പ് തർക്കം വലിയ തോതിൽ ഉയർന്നിരുന്നു. ആ ഗ്രൂപ്പ് തർക്കത്തിനൊടുവിൽ തന്നെയാണ് KC വേണുഗോപാലിനടക്കമുള്ളവരുടെ ശക്തമായ വാദം ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ജെ ജനീഷിനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാജേഷ്.